ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, ഈ അവസ്ഥ ദൈവത്തിന് നന്നായി അറിയാം. നിന്റെ ജീവിതത്തിൻ്റെ സകല ജീവിത അനുഭവങ്ങളെയും ദൈവത്തിന് നന്നായി അറിയാം. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നമുക്കുണ്ടായ പരാജയം ദൈവത്തിനറിയാം. നമുക്കുണ്ടായ ദുഃഖം കർത്താവിനറിയാം. നമ്മൾ കടന്നുപോയ അവഗണനയും ചതിയും ദൈവത്തിനറിയാം. നമ്മുടെ വീട്ടിലുണ്ടായ പ്രിയപ്പെട്ടവരുടെ മരണം ദൈവത്തിനറിയാം. നമ്മുടെ കുടുംബത്തിലുണ്ടായ അപകടങ്ങൾ ദൈവത്തിനറിയാം. നമ്മുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ ദൈവത്തിനറിയാം. നമുക്കുണ്ടായ പാപങ്ങൾ ദൈവത്തിനറിയാം. ഓ ദൈവമേ, എന്നെ അറിയുന്നവനെ ഇതാ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി എന്നിൽ വെളിപ്പെടണമേ. കർത്താവ്, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചുകൊണ്ട് കണ്ണുകളടച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുമ്പോൾ ഇതാ നിന്റെ മേൽ അത്ഭുതകരമായൊരു ദൈവിക പ്രകാശം വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നിന്റെ ദൈവത്തിന് നന്നായി അറിയാം. നിന്റെ കുറവുകളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ കടന്നു പോകുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് നിന്നെ അത്രമേൽ ഇഷ്ടമാണ്. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കുക. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എൻ്റെ പ്രാണനാഥൻ യേശുവാണ്. ഓ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു ഇതെന്നിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവെ, ഞങ്ങളിതാ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അത്ഭുതകരമായ ദൈവിക ശക്തി വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ മുറിവുകള്, ഭാരങ്ങള്, സങ്കടങ്ങള്, ഒറ്റപ്പെട്ട അനുഭവങ്ങള്, അവഗണിക്കപ്പെട്ട അനുഭവങ്ങൾ, ചതിക്കപ്പെട്ട അനുഭവങ്ങള്, തീരാ ദുഃഖം കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് നിറയട്ടെ. ദൈവമേ, അങ്ങ് ഇടപെടണമേ. കർത്താവെ, അങ്ങയുടെ ശക്തി എന്നിൽ വെളിപ്പെടണമേ. ഞങ്ങളിതാ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, എന്നെ നന്നായി അറിയുന്നവനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. ഓ ദൈവമേ, എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. അമ്മ ഓമനിക്കുന്ന പോലെ, അമ്മയോമനിക്കും, അപ്പൻ താലോലിക്കുന്ന പോലെ എന്റെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അമ്മയോമനിക്കും, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വിശ്വസിച്ച് ഈ വരികൾ ഏറ്റുപറഞ്ഞ് എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനേശു. ചേർന്നെല്ലാവരും അമ്മയോമനിക്കും, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഓ ദൈവമേ, അമ്മയോമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 17. മോശയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള്. മോശയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇസ്രായേൽ ദേശം കാണാൻ പോയിട്ടുള്ളവർ, അതായത് ഹോളി ലാൻഡ് ട്രിപ്പ് പോകുന്നവരൊക്കെ അത്ഭുതത്തോടുകൂടെ കാണുന്നൊരു കാഴ്ച ആരെ കുറിച്ചാണെന്നറിയോ? മോശയെ കുറിച്ചാണ്. അതായത് ഇസ്രായേൽ ജനത്തിന്റെ യാത്ര, ഈ ഹോളി ലാൻഡ് ട്രിപ്പിൽ ഉടനീളം നമ്മൾ യാത്രയിൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് അതിശക്തമായൊരു ചോദ്യം വരും. ചേടാ, ഈ ജനത്തെയും കൊണ്ട് നടന്ന മോശ, ഇയാളാള് കൊള്ളാലോ. ഇസ്രായേൽ ജനത്തെയും കൊണ്ടുള്ള യാത്രേ നിസാരപ്പെട്ട സ്വഭാവമല്ല ഇസ്രായേൽക്കാരുടേത്. എന്താ സ്വഭാവം? ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും. നമ്മുടെ സ്വഭാവം അങ്ങനെ തന്നെ. ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും. പിറുപിറുപ്പ് മാത്രമാണ് അതുങ്ങളുടെ കയ്യിലുള്ളത്. നമ്മുടെ സ്വഭാവം അങ്ങനെ തന്നെ. എത്ര കിട്ടിയാലും നന്ദിയില്ല. ഇങ്ങോട്ട് നോക്കിക്കേ, എത്ര കിട്ടിയാലും നന്ദിയില്ല. ഇടയ്ക്ക് നമ്മുടെ സ്വഭാവം അങ്ങനെയല്ലേ? എന്തെല്ലാം കിട്ടിയാലും ഒരു നന്ദിയില്ല. എന്തെല്ലാം കിട്ടിയാലും പെറുപെറുപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇസ്രായേൽക്കാർ.
പല ടൈപ്പ് ആളുകളാ. ഈ ഇസ്രായേൽക്കാര് 1.5 ലക്ഷം ജനം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ 1.5 ലക്ഷം പേരും പട്ടാളക്കാരെ പോലെ ആരോഗ്യമുള്ളവരൊന്നും അല്ല. ഇതിനകത്ത് ഗർഭിണികളുണ്ട്, രോഗികളുണ്ട്, നടക്കാൻ മേലാത്തവരുണ്ട്, ജീവിതത്തിൽ ഭാരങ്ങളുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. ഇങ്ങനെ പല ടൈപ്പുള്ള ആളുകളെയും കൊണ്ട് ആര് നടത്തി യാത്ര? മോശ യാത്ര നടത്തി. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ മോശയ്ക്ക് എന്താ ഇത്രമേൽ ഇവരെയും കൊണ്ട് നടത്താനുള്ള യോഗ്യത? അയാൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത് ചേച്ചി? അയാൾക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? ഈ മോശയുടെ സ്വഭാവം എന്ത് സ്വഭാവ? കൊള്ളാവോ? എന്തു കൊള്ളാം നീ പറയണേ? ആന്തരിക മുറിവിന്റെ കൂടാരം. മര്യാദയ്ക്കൊരു വാക്ക് പറയാൻ പറ്റത്തില്ല. ബബ്ബപ്പായാണ് അല്ലേ? ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല. എങ്ങനെ വിക്കനായി പോയത്? ചെറുപ്പത്തില് മര്യാദയ്ക്കൊന്ന് കരയാൻ പോലും പറ്റിയിട്ടില്ലല്ലോ ഈ മോശയ്ക്ക്. ആ പെട്ടിക്കകത്ത് ഇട്ടിട്ട് ആ നൈൽ നദിയിൽ ഒഴുക്കിയതല്ലേ. അപ്പൻ ആരാന്നൊന്നും അറിയാൻ പാടില്ലാതെ വളരുവല്ലേ. കുടുംബത്തിൽ കിട്ടേണ്ട സ്നേഹമൊന്നും ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ലെന്ന്. ഇനി ഈ സ്വഭാവ രീതി എന്താ? അമിതമായ ദേഷ്യം. അമിതമായ ദേഷ്യമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. അമിതമായ ദേഷ്യം. അമിതമായ ദേഷ്യം. കുറച്ച് പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരുടെ ഇരിപ്പ് കണ്ടാൽ മതി. നല്ല മനുഷ്യരല്ലേ? അൽഫോൻസാമ, കൊച്ചു ത്രേസ്യ, ഇതാര ഇരിക്കുന്നത് അല്ലേ? ഈയോ, വിശുദ്ധ ചാവറ പിതാവൊക്കെ ഇരിക്കുന്നത്. ഈ സ്വഭാവമല്ല, മറിച്ച് നമ്മുടെ ഒറിജിനല്. പള്ളിക്കകത്തിരിക്കുമ്പോഴത്തേക്ക് അയ്യോ ദൈവമേ പ്രൈസ്തലോട് ഹല്ലേലൂയ, ഇതല്ലെന്ന് ഒറിജിനല്. മോശയെ കുറിച്ച് വചനം പറയുന്നു അമിതമായ ദേഷ്യം. ഈ അമിതമായ ദേഷ്യം കാരണം അയാൾ എന്ത് ചെയ്തു? ഒരാളെ തല്ലി കൊന്നുകളഞ്ഞു. കൊലപാതകിയാണെന്ന്. എന്ത് യോഗ്യതയുണ്ടെന്ന് ഈ പറയണേ? ഇതൊക്കെ വായിച്ചോണ്ടിരിക്കുമ്പോ ധ്യാനിച്ചോണ്ടിരിക്കുമ്പോ ചിലർക്ക് തോന്നും കൊള്ളാലോ, ഞാൻ മോശയേക്കാൾ കൊള്ളാലോ എന്നൊക്കെ തോന്നും അല്ലേ? എന്ന് പറഞ്ഞാൽ എണ്ണിപ്പറയാൻ മാത്രം ഒരു യോഗ്യതയും ഇല്ലാത്തൊരു മനുഷ്യൻ, മര്യാദയ്ക്ക് നിവർന്നു നിന്നൊരു കാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത മനുഷ്യൻ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഈ മോശയാണ് ദേ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് 40 വർഷത്തെ മരുഭൂമിയിലൂടെയുള്ള യാത്ര. ഈ 1.5 ലക്ഷത്തോളം വരുന്ന ജനത്തെ മേച്ച് കൊണ്ടു നടന്നവൻ അല്ല. ഇയാളുടെ സ്വഭാവം ഇതെങ്ങനെയാ ഇങ്ങനെയായത്? ഇയാൾക്ക് എന്താ ഇത്രമാത്രം പ്രത്യേകതയുള്ളത്? അതറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17-ാമത്തെ തിരുവചനം ഒന്ന് വായിച്ചേ. നല്ല ഒന്നാന്തരം ഒരു വചനമുണ്ട്, ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 17 വായിച്ചോ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. കണ്ടോ, ഈ കാര്യവും ഞാൻ ചെയ്യും. എന്നിട്ട് അടുത്തത് എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. കണ്ടോ, മോശയോട് പറയ, എന്റെ മോശേ, എടാ നിന്നെ എനിക്ക് നന്നായി അറിയാം. നിന്നെ എനിക്ക് നന്നായി അറിയാം. ചിലര് തലയൊക്കെ ആട്ടിക്കൊണ്ട പറയണം, പിന്നെ ഇവനല്ലേ, ഇവനെ എനിക്ക് നന്നായി അറിയാം. പൈസ ഇതുവരെയായിട്ടും തിരിച്ചു തന്നിട്ടില്ല, നിന്നെ എനിക്ക് നന്നായി അറിയാം. കടം മേടിച്ചിട്ടേ തന്നിട്ടില്ല, നിന്നെ എനിക്ക് നന്നായി അറിയാം. അല്ലേ? നമ്മള് ഒരു മനുഷ്യനെ വിധിച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിന്നെ എനിക്ക് നീ ആ വീട്ടിലല്ലേ, പിന്നെ നിന്റെ അപ്പൻ ഇയാളല്ല, നീയല്ല കഴിഞ്ഞ വർഷം മറ്റേ ആ സംഭവം, നിന്നെ എനിക്ക് നന്നായി അറിയാം. അതല്ല, മോശയോട് ദൈവം പറയാണ്, മോശേ എടാ നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാമെന്ന്. ഡോണ്ട് വറി. 3 കാര്യങ്ങൾ പറയാണ്. നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്തു തരും. നമ്പർ 1, നീ ആവശ്യപ്പെട്ട ഈ കാര്യം. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ മോശയ്ക്ക് കിട്ടിയ വാഗ്ദാനം ചോദിച്ചു മേടിച്ചോണം. നീ ഇവിടെ ഇരിക്കുന്നത് വെറുതെയല്ല, ഏതെങ്കിലും നിയോഗത്തോടു കൂടിയല്ലേ. വിശ്വസിക്കൂ, ഈ നിയോഗത്തിൽ എന്റെ ദൈവം ഇടപെടും. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. ഞാൻ ആവശ്യപ്പെട്ട കാര്യം എന്റെ ദൈവം എനിക്ക് സാധിച്ചു തരും. വലതുകര ഉയർത്തി വിശ്വസിക്കുന്നവർ പറഞ്ഞ്, ഞാൻ ആവശ്യപ്പെട്ട ഈ കാര്യം എന്റെ ദൈവം എനിക്ക് സാധിച്ചു തരും. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. ദൈവം പറയാണ്, ഐ ലവ് യു, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന്.
ദൈവം നിന്നോട് പറയാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയാ, നിന്നെ ദൈവത്തിന് ഒത്തിരി ഇഷ്ടമാണ്. ഹല്ലേലൂയാ. അതുകൊണ്ട് ആ മൂന്നാമത്തെ കാര്യം, എനിക്ക് നിന്നെ നന്നായി അറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ മോശയോട് ദൈവം പറയാനൊരു കാരണമുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. 33-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വചനം ഒന്ന് വായിച്ചേ, നമുക്ക് പെട്ടെന്ന് അതൊന്ന് മനസ്സിലാക്കാം. ഒന്ന് വായിച്ചേ 12 മുതലുള്ള വചനം. മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു. അങ്ങനെ ആജ്ഞാപിക്കുന്നു. എന്നാൽ ആരെയാണ് എന്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. ഈ ജനത്തെ നയിച്ചോളാൻ പറഞ്ഞു. എന്റെ അവസ്ഥ നിനക്കറിയാലോ ദൈവമേ, എന്റെ അവസ്ഥ നിനക്കറിയാലോ. എന്നെ തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല, പിന്നെയാണ് ഈ ജനത്തെയും കൊണ്ട് നടക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടു നടക്കും? ഒരു മര്യാദ വേണ്ടേ? അപ്പൊ എന്റെ കൂടെ ആരാ വരണേ? പറഞ്ഞില്ലല്ലോ ദൈവമേ, എന്റെ കൂടെ ആരാ വരുന്നേ? ഈ ജനത്തെ നയിക്കാൻ വരുന്നത് ആരാ? അപ്പൊ അടുത്ത വചനം വായിച്ചോ. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അടുത്തത്, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. മോശ ദൈവത്തെ വട്ടം പിടിച്ചിട്ട് ദൈവത്തോടൊരു കാര്യം പറയും. കുറെ നാളായല്ലോ നീ പറയുന്നു ഞാൻ കൂടെയുണ്ട് എന്നിട്ട് എവിടെയെന്ന്? ഈ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ പോരല്ലെന്ന്, എനിക്ക് അനുഭവിക്കണമെന്ന്. എന്റെ കൂടെ അങ്ങുണ്ടെന്ന് മറ്റുള്ളവരറിയണം. അടുത്ത വചനം വായിച്ചേ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അടുത്തത്, മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ. കാര്യമൊക്കെ കൊള്ളാം. അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഈ മോശ എടുത്തൊരു തീരുമാനം, നിലപാട് മനസ്സിലാക്കേണ്ടത്. ദൈവം മോശയോട് പറഞ്ഞു, മോശ നീ ധൈര്യമായിട്ട് പൊക്കോ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ നീ മോചിപ്പിക്കണം, നീ പൊക്കോ, ഞാൻ കൂടെയുണ്ട്. മോശ ഇപ്പൊ കാര്യം മുമ്പോട്ട് നീങ്ങിയപ്പോ മോശ ദൈവത്തെ വട്ടം പിടിച്ചോണ്ട് ദൈവത്തോട് പറഞ്ഞു, കുറെ നാളായല്ലോ നീ പറയുന്നു കൂടെയുണ്ടെന്ന് പറഞ്ഞാ പോരാ, മറിച്ച് എന്റെ കൂടെയുണ്ടെന്ന് നാട്ടുകാരറിയണം. ഹല്ലേലൂയാ. അടുത്ത വചനം വായിച്ചേ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അടുത്തത്, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? ദൈവമേ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്ന്. കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങ് ഞങ്ങളോട് കൂടെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അപ്പൊ മറ്റുള്ളവർക്ക് മനസ്സിലാവും വി ആർ ഡിഫറെന്റ്, ഞങ്ങൾ സ്പെഷ്യലാണ്, കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. ദൈവമേ, അതിനാൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എപ്പോഴും അനുഭവിക്കണം. വലതുകരം ഉയർത്തിച്ചത് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും താളം തെറ്റിയവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പഠിച്ചോ. നീ അൾത്താരുടെ മുമ്പിൽ നിന്ന് നിന്റെ വിവാഹ ജീവിതം ഏറ്റെടുത്തപ്പോൾ ദൈവം നിന്നോട് പറഞ്ഞു, നിന്റെ കൂടെ ഞാനുണ്ട്. പിന്നീട് യാത്ര മുന്നോട്ട് നീങ്ങി ഇപ്പോൾ പല അപകടകരമായ അവസ്ഥയിൽ നിപ്പുണ്ടാവും, താളം തെറ്റിയ അവസ്ഥയിലുണ്ടാവും. നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തെ വട്ടം പിടിച്ചിട്ട് വരണം, ദൈവമേ അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവരറിയണം, അങ്ങ് എൻ്റെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവരറിയണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ സാന്നിധ്യ ശക്തി എന്നിൽ വെളിപ്പെടുത്തണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, മോശ എടുത്ത നിലപാട് നിന്റെ ജീവിതത്തിൽ നീ എടുത്താൽ എന്നും ദൈവത്തിന്റെ ഈ മഹത്വം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റും.
അതുകൊണ്ടാണ് മോശ വെറും പാറക്കിട്ടൊരു അടി കൊടുത്തപ്പോൾ പാറയിൽ നിന്ന് ജലമൊഴുകിയത്. ഒരു കടലിന്റെ മുമ്പിൽ ചെന്നിട്ട് കയ്യിലിരിക്കുന്ന വിശ്വാസത്തിന്റെ ദണ്ടുയർത്തി കടലിനെ വിഭജിച്ചത്. ആകാശത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ മന്നായും കാടപ്പക്ഷിയും വന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ടിരുന്നു. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ, ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവര്, നിങ്ങൾ എത്ര ദൂരം അകലെയാണെങ്കിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മോശയ്ക്ക് കിട്ടിയ അഭിഷേകം സ്വീകരിച്ചോണം. നിന്നെ ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്ന് വചനം പഠിപ്പിക്കുന്നതിന്റെ അർത്ഥം, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കണം, ഈ വചനം സംഭവിക്കണം. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. വെറുതെ ചരിത്ര പുസ്തകമല്ല. ഹല്ലേലൂയ. ഇത് കഥപുസ്തകമല്ല. ഇത് വായിക്കുന്ന വ്യക്തി, ധ്യാനിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യം, നിന്റെ ജീവിതം മാറും, നിന്റെ ജീവിത പശ്ചാത്തലങ്ങൾ മാറും. കാരണം ഈ വചനം നിന്റെ ഉള്ളിലേക്ക് പ്രവഹിച്ച് നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. വലതുകര ഉയർത്തി വിശ്വസിക്കുന്ന ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്റെ ജീവിതത്തെ വഴി നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശയ്ക്ക് മുമ്പിൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. മോശയുടെ ഇസ്രായേൽ ജനതയുമൊത്തുള്ള യാത്രാ മധ്യത്തിൽ എല്ലാ ഘട്ടത്തിലും ഇസ്രായേൽ ജനത അനുഭവിച്ചത് ദൈവത്തിൻ്റെ മഹത്വമാണ്. നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കാം ഈ ദൈവമഹത്വം നമ്മുടെ എല്ലാ ജീവിത അനുഭവങ്ങളിലും നമുക്ക് കൂടെ അനുഭവിക്കാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാവട്ടെ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതയാത്രയിലും മോശയ്ക്ക് ലഭിച്ച ഇതേ മഹത്വം നമുക്ക് വേണം. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയൊരു മഹത്വം ഞങ്ങൾ വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഈ മഹത്വം നഷ്ടപ്പെട്ടു പോയ പല അനുഭവങ്ങളുടെ മധ്യത്തിലാണ് ഇപ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചും ഭാരപ്പെട്ടും സംശയിച്ചും ചില കാര്യങ്ങളിൽ വലിയ ഞെരുക്കത്തിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടണം. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, ഞാൻ നിന്നോടുകൂടെ വരികയും നീ ആവശ്യപ്പെട്ട കാര്യം ചെയ്യുകയും നിന്റെ ജീവിതത്തിൽ വ്യക്തമായി ഞാൻ നിന്നോടുകൂടെ ഇടപെടുകയും ചെയ്യും. നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ഓരോ വ്യക്തിയും വിശ്വസിക്കുക, മോശയ്ക്ക് ലഭിച്ച ഈ വാഗ്ദാനം, കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഇസ്രായേൽ ജനതയുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും അനുഭവിച്ച ദൈവത്തിൻ്റെ മഹത്വം, കർത്താവെ, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കട്ടെ. ഓരോ ആവശ്യങ്ങളിലും കൃത്യമായി വ്യക്തമായി ദൈവ സാന്നിധ്യം ആ ഇസ്രായേൽ ജനത അനുഭവിച്ചറിഞ്ഞു. ഓരോരുത്തരും ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ മഹത്വം ആവശ്യമുള്ള മേഖലകൾ പറഞ്ഞു പ്രാർത്ഥിക്കുക. സാമ്പത്തിക ഞെരുക്കങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങയുടെ മഹത്വം എൻ്റെ സാമ്പത്തിക മേഖലകൾ വെളിപ്പെടട്ടെ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, മക്കളിൽ ദൈവമഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ട് വല്ലാണ്ട് ഞെരുക്കത്തിലുള്ളവർ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗ്രഹിക്കുക, എൻ്റെ ഉത്തരവാദിത്തത്തിൽ കർത്താവെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണമേ. കർത്താവെ, ഞങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിലും അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ.
ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ചില വഴികൾ അടഞ്ഞുപോയെന്നോർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരിത് ഇവിടെയുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് അറിഞ്ഞുകൂടാ. പണം കൊടുത്തിട്ട് അതൊരു വഞ്ചനയാക്കപ്പെട്ട അവസ്ഥ. വിദേശത്ത് പോകാൻ വേണ്ടി പണം കൊടുത്തതാണ്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വലിയ ഭാരവും ദുഃഖവും നിരാശയും. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. സഹോദര സഹോദരി, നീ വിശ്വസിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അനേകരോട് കർത്താവ് പറയുന്ന കാര്യമാണ്, നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. ദൈവത്തിന്റെ മഹത്വം നീ അനുഭവിക്കും. അത് നിന്നല്ലെങ്കിൽ നാളെ നിന്നിൽ സംഭവിക്കണം. ആഗ്രഹിക്കും തോറും കർത്താവ് അതിൽ ഇടപെടും. നാഹൂമിന്റെ പ്രവചനം 1:7 കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളുകളിൽ അഭയകേന്ദ്രവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ വെളിപ്പെടും. എന്ത് ചെയ്യണമെന്നറിയോ? കഷ്ടതയുടെ നാടുകളിൽ അഭയദുർഗമായ അവിടുത്തെ ആശ്രയിക്കണം. 2 കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ചേ. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന ഏത് കഷ്ടതയുടെ നാളാണ്, എന്താണ് നിന്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് കർത്താവിനെ ആശ്രയിക്കണം, കർത്താവിനെ വിളിക്കണം. കാരണം കർത്താവ് നിന്നെ അറിയുന്നു, അവിടുന്ന് നല്ലവനാണ്. ദൈവമേ, അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. 2 തിമോത്തിയോസ് 2:19 ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു. അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു, കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു. യെസ്, നിന്നെ കർത്താവിനറിയാം. നിന്റെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. ഗലാത്യ ലേഖനം 4:9 എന്നാൽ ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതിലുപരി ദൈവം നിങ്ങളെ അറിയുന്നു. ദൈവം നിങ്ങളെ അറിയുന്നു. 2 കരങ്ങളും അൾത്താരയുടെ നീട്ടിപ്പിടിച്ചോ. നിന്നെ അറിയുന്ന ദൈവം, നിന്റെ കുടുംബത്തെ അറിയുന്ന ദൈവം, നിന്റെ അവസ്ഥയെ അറിയുന്ന ദൈവം, നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ദൈവമേ, അങ്ങയുടെ മഹത്വം ഈ ദിവസങ്ങൾ തന്നെ അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഒരു വലിയ ദൈവിക ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി ഈ നാളുകൾ തന്നെ അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, സംഭവിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ ശോഭിതരാകട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, ശക്തിപ്പെടട്ടെ, ബലപ്പെടട്ടെ. ഓരോ വ്യക്തിയുടെ മേലും ദൈവിക ശക്തി വെളിപ്പെടട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം എൻ്റെ മേലുണ്ട്, ദൈവത്തിന്റെ പ്രകാശം എൻ്റെ മേലുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട്. കാരണം ദൈവത്തിന് എന്നെ നന്നായി അറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Ruhaye mikataiwa